നമസ്കാരം. VMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഭരണഘടനാ ശില്പി BR അംബേദ്കറെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായ സംഭവങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസിൽ പരാതി നൽകി BJP. രാഹുൽ ഗാന്ധി MPമാരെ കയ്യേറ്റം ചെയ്തുവെന്നും വനിതാ MPയെ അപമാനിച്ചെന്നുമടക്കം ചൂണ്ടിക്കാട്ടി വധശ്രമത്തിനാണ് കേസ് നൽകിയതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി കാരണം 2 MPമാർക്ക് പരിക്കേറ്റെന്നും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും അനുരാഗ് താക്കൂർ വിവരിക്കുന്നുണ്ട്. സെക്ഷൻ 109, 115, 117, 121, 125, 351 വകുപ്പുകൾ പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയതെന്നും താക്കൂർ വ്യക്തമാക്കി. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് BJP പരാതി നൽകിയിരിക്കുന്നത്. ഇന്ന് പാർലമെന്റിലുണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ഗാന്ധിയാണെന്നും രാഹുൽ ഗാന്ധി MPമാരെ കയ്യേറ്റം ചെയ്തെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ലോക്സഭയിൽ ഇന്ന് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഷായ്ക്കെതിരെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ലോക്സഭാ അധ്യക്ഷ ഡയസിൽ കയറിയടക്കം പ്രതിഷേധിച്ചിരുന്നു. രാജ്യസഭയും ഇന്ന് ബഹളമായി. രാഹുൽ ഗാന്ധി മോശമായി പെരുമാറിയെന്ന് വനിതാ MP രാജ്യസഭയിൽ പറഞ്ഞതോടെ വൻ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. രാഹുൽ അകാരണമായി തട്ടിക്കയറിയെന്നാണ് നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ MP ഫാങ്നോൻ കൊന്യാക് പറഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമായിരുന്നു രാഹുലിൻ്റെതെന്നും വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഗുണ്ടയെ പോലെ പെരുമാറിയെന്നും MPമാരെ കയ്യേറ്റം ചെയ്തുവെന്നും മന്ത്രി കിരൺ റിജിജുവും ആരോപിച്ചു. അതിനിടെ രാഹുൽ ഗാന്ധിയെ പ്രതിരോധിച്ച് പ്രിയങ്ക ഗാന്ധി MP രംഗത്ത് വന്നിരുന്നു. രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. BJP MPമാരാണ് രാഹുലിനെ കയ്യേറ്റം ചെയ്തതെന്ന് പ്രിയങ്ക വ്യക്തമാക്കി. വിവാദങ്ങളിൽ മറുപടി പറയാനായി AICC ആസ്ഥാനത്ത് രാഹുൽ ഗാന്ധി അല്പസമയത്തിനകം വാർത്താ സമ്മേളനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ചിറയൻകീഴിൽ 4 കോടിയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടി. മിനറൽ വാട്ടറിന്റെ കച്ചവടത്തിന്റെ മറവിലാണ് ഗോഡൌൺ വാടകയ്ക്കെടുത്ത് നിരോധിത ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള മാഫിയ സംഘമാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവരുന്നതിന് പിന്നിൽ. ലഹരി വസ്തു സൂക്ഷിച്ചിരുന്നതിൽ വഞ്ചിയൂർ സ്വദേശി ഷിജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഴൂർ തെറ്റിച്ചിറയിലാണ് വിശാലമായ ഗോഡൌൺ. 8 മാസം മുൻപാണ് വഞ്ചിയൂർ സ്വദേശി ഷിജുവിന്റെ പേരിൽ ഗോഡൌൺ വാടകയ്ക്കെടുത്തത്. നാട്ടുകാരുടെയും യൂണിയൻകാരുടെയും ശ്രദ്ധ തെറ്റിക്കാനാണ് മിനറൽ വാട്ടറിന്റെയും ബിസ്ക്കറ്റിന്റെയും ലോഡ് ഇറക്കിയത്. യൂണിയൻകാരുടെയും നാട്ടുകാരുടെയും ശ്രദ്ധ കുറഞ്ഞു തുടങ്ങിയതോടെ മിനറൽ വാട്ടറിന്റെ മറവിൽ നിരോധിത ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവന്നു. കർണാടകയിൽ നിന്നും കടത്തിക്കൊണ്ടുവരുന്ന നിരോധിത ഉൽപ്പന്നങ്ങൾ ഗോഡൌണിൽ ശേഖരിച്ച് പല സ്ഥലങ്ങളിലായി വിൽപ്പന തുടങ്ങി. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് വിൽപ്പന. സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി റൂറൽ ഷാഡോ സംഘം ഈ ഗോഡൌൺ കേന്ദ്രീകരിച്ച് നിരീക്ഷണം നടത്തുകയായിരുന്നു. ഇന്ന് ആണ് ഗോഡൌണിൽ പോലീസ് പരിശോധന നടത്തിയത്. 200 ചാക്കുകളിലായാണ് നിരോധിത ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. ഗോഡൌണിൽ നിന്നും കടകളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ഏജന്റുമാർ ഉണ്ടായിരുന്നു. ഗോഡൌൺ വാടകയ്ക്കെടുത്ത ഷിജു മാത്രമാണ് പിടിയിലായത്. ഇതിന് പിന്നിലെ വൻ സംഘത്തെ ഇനിയും പിടികൂടാനുണ്ട്. റൂറൽ SP കിരൺ നാരായണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണത്തിന് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിന് സുപ്രീം കോടതി സ്റ്റേ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾക്ക് രൂപം നൽകാൻ ഹൈക്കോടതിക്ക് അധികാരമില്ലെന്നും ഉത്തരവ് പ്രായോഗികമല്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. 2012 ചട്ടങ്ങൾ പ്രകാരമായിരിക്കണം ഉത്സവങ്ങൾ അടക്കമുള്ളവയ്ക്കായി ആനകളെ എഴുന്നള്ളിപ്പിക്കേണ്ടത്. ഈ ചട്ടങ്ങൾ പാലിക്കാൻ മുഴുവൻ ദേവസ്വങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ വിശദീകരണം അറിയിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ, പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി സ്റ്റേ അനുവദിച്ചത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കണമെന്നായിരുന്നു ദേവസ്വം ആവശ്യപ്പെട്ടത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ആന എഴുന്നള്ളിപ്പുകൾ നടത്താനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ദേവസ്വങ്ങൾ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. അതേസമയം മൃഗസ്നേഹികളുടെ സംഘടനാ തടസ്സ ഹർജിയും നൽകിയിരുന്നു. തങ്ങളുടെ വാദം കേൾക്കാതെ ഹർജികളിൽ തീരുമാനമെടുക്കരുതെന്നാവശ്യപ്പെട്ട് 3 തടസ്സ ഹർജികളും സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു. മതപരിപാടികൾ, ഉത്സവങ്ങൾ, മറ്റു പരിപാടികൾ തുടങ്ങിയവയിൽ ആനകളെ എഴുന്നള്ളിക്കുന്നതിനാലാണ് ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ഉത്തരവിറക്കിയത്. ആനയുടെ ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പരിപാടിയുടെ സംഘാടകർ ഉറപ്പാക്കണം. എഴുന്നള്ളത്തിൽ 3 മണിക്കൂർ കൂടുതൽ നിൽക്കരുത്. നല്ല ഭക്ഷണം, വിശ്രമം, എഴുന്നള്ളിപ്പിനാവശ്യമായ സ്ഥലം, പൊതുജനങ്ങളിൽ നിന്ന് നിശ്ചിത ദൂരം എന്നിവയായിരുന്നു പ്രധാന മാർഗനിർദ്ദേശങ്ങൾ. അപകടകരമായ തരത്തിൽ രൂപമാറ്റം വരുത്തിയ ഓട്ടോറിക്ഷ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു. ശബരിമല തീർത്ഥാടകർ വന്ന ഓട്ടോറിക്ഷയാണ് MVD ഇലവുങ്കൽ വെച്ച് പിടികൂടിയത്. കൊല്ലം സ്വദേശികളായ ശബരിമല തീർത്ഥാടകരാണ് ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. ശ്രീകോവിലിന്റെയും 18-ാം പടിയുടെയും മാതൃക ഓട്ടോറിക്ഷയിൽ കെട്ടിവെച്ചിരുന്നു. ഓട്ടോറിക്ഷയുടെ വലിപ്പവും കവിഞ്ഞ് വശങ്ങളിൽ ഏറെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന തരത്തിലായിരുന്നു അലങ്കാരം ചെയ്തിരുന്നത്. അപകടമുണ്ടാക്കും വിധം വാഹനത്തിൽ രൂപമാറ്റം വരുത്തിയതിന് ഓട്ടോറിക്ഷ ഉടമയ്ക്ക് 5000 രൂപ പിഴ ചുമത്തി. ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ നേരത്തെ ഹൈക്കോടതി മോട്ടോർ വാഹന വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു.